നല്ല മാങ്ങയൊക്കെ ചേർത്ത് തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള നാടൻ ഒരു മീൻ കറി ഉണ്ടാക്കിയാലോ? തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഇതേപോലെ കറി വെക്കും. ഞാൻ ഒരുപാട് ടൈപ്പിൽ മീൻ കറി വെക്കാറുണ്ട്. അതിലെ ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. നല്ല നാടൻ രുചിയുള്ള സൂപ്പർ മീൻ കറിയാണ്. അപ്പം എങ്ങനെയാണ് ഈ മീൻ കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 300 ഗ്രാമോളം ആവോലി കഷ്ണങ്ങളാക്കിയതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 4 പീസ് ഉണ്ട് കേട്ടോ. ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പിന്നെ അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് അരച്ചെടുക്കണം. പിന്നെ കഷ്ണങ്ങളായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, മാങ്ങ, ഇതിൻ്റെയൊക്കെ അളവുകൾ ഞാൻ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തക്കാളി മാങ്ങയൊക്കെ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം. അതിൻ്റെ സൈസ് കണ്ടോ? 300 ഗ്രാമിന് ഈ സൈസിലുള്ള തക്കാളി മാങ്ങയും തന്നെ എടുക്കുക കേട്ടോ. അപ്പോഴാണ് ഞാൻ പറയുന്ന പോലെ പുളിയും ടേസ്റ്റും ഒക്കെ വരുള്ളൂ. തക്കാളി ഇതുപോലെ ഇടത്തരം വലുപ്പത്തിലുള്ള ക്യൂബായിട്ടുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ മാങ്ങയാണെങ്കിൽ തൊലി നന്നായിട്ട് കളഞ്ഞ ശേഷം അധികം കനം കുറയ്ക്കാതെ കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കട്ട് ചെയ്ത ശേഷം കണ്ടോ, ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാം. വല്ലാതെ കനം കുറയ്ക്കാത്ത ഇതുപോലത്തെ കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രേവിയിലേക്ക് വേണ്ടത്. ഇനി മീൻകറി ഉണ്ടാക്കുന്ന ചട്ടിയിലേക്ക് കഷ്ണങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ കൈകൊണ്ട് തിരുമിയെടുക്കണം. ഈ ഒരു തിരുമ്മലിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതായത് ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും നിങ്ങൾ ചെയ്തോളൂ. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവണ്ട കേട്ടോ. ഇനി അതിലേക്ക് കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കലക്കിയെടുക്കാം. പാകത്തിന് ഉപ്പ് കൂടി നമുക്കിപ്പോൾ ചേർക്കാം. ഞാൻ ഈ കറിയിലേക്ക് കൊടംപുളി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 കഷ്ണം കൊടംപുളി വെള്ളത്തിൽ തിളപ്പിച്ച് ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാങ്ങ വെന്ത് പുളി ഇറങ്ങി വരുമ്പോൾ ഒന്നും കൂടി ചെക്ക് ചെയ്ത ശേഷം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി മീൻ കഷ്ണങ്ങൾ ഇങ്ങനെ നിരത്തി വയ്ക്കുക. അപ്പോൾ മീൻ കഷ്ണങ്ങൾ പകുതി മാത്രമേ മുങ്ങിക്കിടക്കുന്നുള്ളൂ, പക്ഷേ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. ഇതേപോലെ തന്നെ എടുത്ത് സ്റ്റൗ ടോപ്പിൽ വെക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അടച്ച ശേഷം സ്റ്റൗ കത്തിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ സമയത്ത് നമ്മളൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഗ്രേവിയൊക്കെ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആയിക്കോളും. കണ്ടോ, ഇപ്പോൾ തിളയ്ക്കുന്ന കണ്ടില്ലേ? ഈ ഒരു സ്റ്റേജിൽ ഏതെങ്കിലും ഒരു ഫിഷ് മസാല 1 ടീസ്പൂണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഫിഷ് മസാല ഇല്ലെങ്കിൽ ഒരു 2 നുള്ള് ഉലുവ പൊടി ചേർത്താലും മതി. മാക്സിമം ഫിഷ് മസാലേനെ ചേർക്കാൻ ശ്രമിക്കൂ കേട്ടോ. ഇനി ആ ഫിഷ് മസാല എല്ലാ ഭാഗത്തേക്കും ആവുന്ന പോലെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഗ്രേവി നന്നായിട്ട് തിളച്ച ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർക്കാമല്ലോ. ഈ സ്റ്റേജിൽ എനിക്ക് കുറച്ച് പുളി കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് കുടംപുളി വെള്ളം കൂടി ചേർത്തു. നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. ഇത് നന്നായിട്ട് തിളയ്ക്കുന്നതിനനുസരിച്ചിട്ട് മീനിലേക്ക് നല്ല പോലെ ആ പുളിയും ഉപ്പൊക്കെ പിടിക്കും. ഒരുവിധം നന്നായിട്ട് മീൻ വെന്ത ശേഷമാണ് ഞാൻ അരപ്പ് ചേർക്കുന്നത്. ഈ മീൻ പെട്ടെന്ന് വേവുന്ന മീനാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ കറിയും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അരപ്പ് ചേർത്ത ശേഷം ഞാനൊരു കയ്യിൽ കൊണ്ട് ആ കറിയുടെ സർഫസിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അതായത് ആ അരപ്പ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ജസ്റ്റ് ഇതുപോലെ കോരി ഒഴിച്ച ശേഷം പിന്നെ ചുറ്റിച്ചു കൊടുക്കുക. കഷ്ണങ്ങളൊന്നും പൊടിയാതെ അരപ്പ് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്താൻ ഇത് സഹായിക്കും കേട്ടോ. നമ്മൾ ഈ കറി മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രേവിയുടെ ആ തിക്നെസ് ഇതുപോലെ മതി കേട്ടോ. കൂടുതൽ ടൈറ്റും ആവണ്ട, ലൂസും ആവണ്ട. കാരണം ഇരിക്കുന്തോറും ആ കറി ഒന്ന് കുറുകി വരും. ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. കഷ്ണങ്ങളൊക്കെ കണ്ടോ, നല്ല കറക്റ്റ് പരുവത്തിനുണ്ട്. ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല. മാങ്ങയും അതേ നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞിട്ടൊന്നുമില്ല. ഈ ഒരു സ്റ്റേജിൽ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണേ. ഇനി നമുക്ക് വറവിടാം. ചെറിയ ഉള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയാണ് ഞാൻ വറവിടാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക. അതിലേക്കാണ് ചെറിയ ഉള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയും ഒക്കെ ചേർക്കുന്നത്. ആദ്യം ചെറിയുള്ളി ചേർത്ത്
നല്ല പോലെ മൂപ്പിക്കണേ. ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ വറുത്തിടുമ്പോൾ നല്ല ബ്രൗൺ നിറത്തിൽ തന്നെ മൂപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇതിങ്ങനെ മൂക്കുമ്പോഴേ നല്ല മണമാണ് കേട്ടോ. ഇനി ഇത് ഈ കറിയിലേക്ക് അങ്ങ് കൊട്ടാം. ആഹാ, അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ വറവിട്ട കാര്യങ്ങളെല്ലാം കറിയുടെ എല്ലാ ഭാഗത്തേക്കും എത്താനായിട്ട് കയ്യിൽ കൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കോരി കോരി ഒഴിച്ച് മിക്സ് ചെയ്യാം. അല്ലാണ്ട് അടിയിൽ നിന്ന് ഇങ്ങനെ കുത്തി ഇളക്കരുത് കേട്ടോ. ഇതുപോലെ സർഫസിലിട്ടിട്ട് ഇങ്ങനെ പതുക്കെ ഇളക്കിയിട്ട് അടിഭാഗം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി, അടി പിടിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ. മീനൊക്കെ നല്ല പോലെ വെന്തിട്ടുമുണ്ട്, എന്നാൽ ഉടഞ്ഞിട്ടുമില്ല. അങ്ങനെ നമ്മുടെ സൂപ്പർ കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി ഉച്ചയ്ക്ക് വെച്ചാൽ രാത്രിയിലേക്ക് നല്ല ടേസ്റ്റ് ആവും, രാത്രി വെച്ചാൽ പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആവും. മാത്രമല്ല ഇതിൻ്റെ ഗ്രേവി ഭയങ്കര ക്വാളിറ്റിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ ചോറിൻ്റെ കൂടെ മാത്രമല്ല, ഇഡ്ഡലി, ദോശ, പുട്ട് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അതുപോലെ വെള്ളയപ്പത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. ഈ ഒരു പരുവത്തിൽ നിങ്ങൾ കറി വാങ്ങി വെച്ചോളൂ. ചട്ടി ഇപ്പോഴും ചൂടായിട്ട് തന്നെ ഇരിക്കുന്നത്, ഇനിയും അത് കുറുകൂട്ടോ. തക്കാളിയും മാങ്ങയൊന്നും വല്ലാണ്ട് ഉടയാതെ തന്നെ കിടപ്പുണ്ട്. മീൻ കഷ്ണത്തിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഈ തക്കാളി മാങ്ങയൊക്കെ കഴിക്കാൻ. അതും ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ആ കഷ്ണങ്ങൾക്കൊക്കെ വരിക. ഇത് നെക്സ്റ്റ് ഡേ എടുത്ത വീഡിയോ ആണേ. സത്യം പറയാലോ, ആ കറി ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ നെക്സ്റ്റ് ഡേ കഴിക്കുന്നതാണ്. നല്ലപോലെ ആ ഗ്രേവിയിൽ ആ മീൻ കഷ്ണമൊക്കെ അങ്ങോട്ട് മുക്കി എടുത്തിട്ട് ചോറിൻ്റെ കൂടെ ആ ഗ്രേവിയൊക്കെ കൂട്ടി അങ്ങ് മിക്സ് ചെയ്ത് കഴിക്കണം. എന്താ ടേസ്റ്റ് അറിയോ. അപ്പോൾ ഈ ഒരു മീൻകറി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കില്ലേ? നിങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യണം. അതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയൂ കേട്ടോ. വളരെ ട്രഡീഷണലായിട്ട് വറ്റൽമുളക് അരച്ചിട്ടുണ്ടാക്കിയ ഒരു മുളക് മീൻ കറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.